പ്രിയജനമേ, ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേക അനയാ അനുരവിക്കാം അനുരഞ്ജിതരായി ബലിയേക ബലിയർപ്പിക്കാം വരുവിൻ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പോത്തിരിക്കുന്ന ഈ പരിഹാര ബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സൈന്യങ്ങൾ തൻ അധിനാഥൻ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ ബലമാം ദൈവം ഓർക്കുകിൽ നമ്മുടെ അവലംബം. കരഘോഷങ്ങൾ മുഴക്കിടുവിൻ തിരുസന്നിധിയിൽ ജനതകളെ. ആഹ്ലാദാരവമുയരട്ടെ ദൈവത്തിൻ തിരുഭവനത്തിൽ. ദൈവസ്തുതികൾ പാടിടുവിൻ, സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ. കീർത്തനഗീതം മീട്ടിടുവിൻ, നമ്മുടെ രാജാവനല്ലോ. കീർത്തനഗീതം പാടിടാം. ജനതകളെല്ലാം അതിനാഥൻ നിത്യം വാഴ്വോ ത്രോണോസിൽ. കർത്താവുന്നതനാകുന്നു, സ്തുത്യർഹൻ നിജ നഗരത്തിൽ. ഉന്നതമവനുടെ പുണ്യഗിരി, മഞ്ഞിനു മുഴുവൻ സാഘോഷം. അതുപോലാത്മജനം രോഗായ്ക്കും സ്തുതി എന്നേക്കും. ആദി മുതൽക്കുന്നതുപോലെ ആമേനാമേനവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീസുകയും അങ്ങയുടെ സത്യത്തിന് ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമൊഴി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്വം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ.
എന്നെന്നും ജീവിക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്തിനെ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യർഹനും ബലവാനും ഓർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരുവാശീർവദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആകാശമേ, ആനന്ദഗാനം ആലപിക്കുക. ഭൂമിയെ ആർത്ത് വിളിക്കുക. മലകളെ ആർത്ത് പാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിക്കുന്നവരേക്കാൾ വേഗമുള്ളവരാണ്. നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ചുറ്റും നോക്കുക, അവർ ഒന്നു ചേർന്ന് നിന്റെ അടുക്കൽ വരുന്നു. കർത്താവായി ഞാൻ ശപഥം ചെയ്യുന്നു, നീ അവരെ ആഭരണമായി അണിയും. വധുവിനെ പോലെ നീ അവരെ നിന്നോട് ചേർക്കും. നിന്റെ പാഴ്നിലങ്ങളും വിജനദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തികയുകയില്ല. നിന്നെ വീഴ്ത്തിയവർ അകന്നുപോകും. സന്താനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് ഓർത്ത് വിലപിക്കുന്ന നിന്നോട് അവർ തിരിച്ചു വന്ന് പറയും, ഈ സ്ഥലം എനിക്ക് പോരാ, ഇവിടെ വസിക്കാൻ ഇടം തരിക. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, വന്ധ്യയും പുത്രഹീനയും പ്രവാസിനിയും പരിത്യക്തിയും ആയിരുന്ന എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു? ആര് ഇവരെ വളർത്തി? ഞാൻ ഏകാകിനിയായിരുന്നിട്ടും ഇവർ എവിടെ നിന്ന് വന്നു? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. എൻ്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സ്നേഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. ഗുരുവാശീർവദിക്കണമേ. ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ. അധ്യായം 8, 14 മുതലുള്ള തിരുവചനങ്ങൾ. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള സ്നേഹന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തെന്നാൽ അതുവരെ പരിശുദ്ധാത്മാവ് അവരാരുടെയും മേൽ ആവസിച്ചിരുന്നില്ല. അവർ കർത്താവായ ഈശോയുടെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവർ അവരുടെ മേൽ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. സ്നേഹന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമിയോൻ അവർക്ക് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടതിന് ഈ അധികാരം എനിക്കും തരിക. പത്രോസ് അവനോട് പറഞ്ഞു, നിന്റെ വെള്ളിത്തൊട്ടികൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് നേടാമെന്ന് നീ കരുതി. നിനക്ക് ഈ കാര്യത്തിൽ അംശമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഋജുവല്ല. അതിനാൽ നിന്റെ ഈ ദുഷ്ടതയിൽ നിന്ന് നീ മാനസാന്തരപ്പെടുകയും കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്യുക. ഒരു പക്ഷേ നിന്റെ ഹൃദയ വിചാരത്തിന് മാപ്പ് ലഭിക്കും. എന്തെന്നാൽ നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ കാണുന്നു. ശിമിയോൻ മറുപടി പറഞ്ഞു,
നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് വന്ന് ഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുവിൻ. അവർ കർത്താവിന്റെ വചനം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അത് പ്രസംഗിച്ചുകൊണ്ടും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ സമരിയാക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരേ, പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം യേശുവിനെ അനുഗ്രഹിക്കട്ടെ. അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ അപരാധങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മൃതരായിരിക്കെ ഇവയിൽ അനുസരിക്കേണ്ടതിന്റെ അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന ആരോപിയ ആന്തരീക്ഷിക ശക്തിയുടെ അതീശനെ അനുസരിച്ച് ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് നിങ്ങൾ ഒരിക്കൽ ചരിച്ചു. ജഡത്തിന്റെയും ഭാവനകളുടെയും ഇംഗഗതികൾക്ക് വഴങ്ങി വ്യാപരിച്ച് അവരോടൊപ്പം നാം എല്ലാം ഒരിക്കൽ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ ജഡമോഹങ്ങളിൽ മറ്റുള്ളവരെ പോലെ സ്വാഭാവികമായി ക്രോധത്തിന്റെ മക്കളായി. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച അവിടുത്തെ വലിയ സ്നേഹത്താൽ അപരാധങ്ങൾ മൂലം നമ്മെ മരിച്ചവരായിരിക്കെ മിശിഹായുടെ കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയിലാണ് നിങ്ങൾ രക്ഷിതരായത്. ഈശോ മിശിഹായുടെ കൂടെ ഉറപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ ഒപ്പമിരുത്തി. അവിടുന്ന് ഈശോ മിശിഹായിൽ നമ്മോട് കാട്ടിയ ദയയിലെ അപരീയമേയമായ കൃപാസമൃദ്ധി വരാനിരിക്കുന്ന കാലങ്ങളിൽ വ്യക്തമാക്കാനാണത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിയിടട്ടെ.
നിത്യമനുഗ്രഹപൂരിതനാം കവി തൂരിക പോന്നാവിൽ പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറട്ടെ ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പഠിച്ച സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ ശിഷ്യന്മാർ അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണുമെന്ന് ഞാൻ കാണുന്നു. ഞാൻ പിതാവിലേക്ക് പോകുന്നു. അവർ തന്നോട് പറയുന്നത് അവർ പറഞ്ഞു. അല്പസമയം കൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞുകൂടാ. ഈ കാര്യം അവർ തന്നോട് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിലാക്കി പറഞ്ഞു. അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ ചോദിക്കുമോ? സത്യസത്യമായി ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീ പ്രസവിക്കുമ്പോൾ അവരുടെ സമീപങ്ങളിൽ കൊണ്ട് അവരുടെ ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം വെച്ചവൻ ആ വേദനയ്ക്ക് വേണ്ടിയിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങൾ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം എടുത്തു വിടുകയില്ല. അത് നിങ്ങളോട് ചോദിക്കുകയില്ല. സത്യസത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നത് അവിടുത്തോടെ ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. ഈ സുവിശേഷത്തിലൂടെ തന്റെ വേർപാടിൽ ദുഃഖിതരാകാൻ പോകുന്ന ശിഷ്യന്മാർക്ക് ആശ്വാസത്തിന്റെ വചനം ഈശോ പകർന്നു കൊടുക്കുകയാണ്. മരണം മൂലം താൻ നിന്നും അകന്നു പോകുമെങ്കിലും ഉയർപ്പിലൂടെ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തിരികെ വരുമെന്നും തന്റെ സാന്നിധ്യം വഴി അവരെ സന്തോഷത്തിലേക്ക് നയിക്കുമെന്നും ഈശോ ശിഷ്യന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തിലൂടെ ഈശോ അവർക്ക് ധൈര്യം പകരുകയാണ്. അവരുടെ ദുഃഖം സന്തോഷമായി പകർത്തും. ഈശോയുടെ വേർപാടിൽ അവിടുത്തെ കുരിശുമരണത്തിൽ ലോകം സന്തോഷിക്കുമെങ്കിലും ശിഷ്യന്മാർ ദുഃഖിതരാകും. എന്നാൽ ഉത്ഥാനത്തിലൂടെ അവരുടെ പക്കലേക്ക് തിരികെ വന്നുകൊണ്ട് ഈശോ അവരുടെ ദുഃഖത്തെ സന്തോഷമായി രൂപാന്തരപ്പെടുത്തും. അങ്ങനെ ഈശോ തന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖത്തെ
എങ്ങനെ സന്തോഷമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമെന്ന് നമുക്ക് വലിയ ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദുഃഖങ്ങളുണ്ടാകും. ദൈവത്തിൽ നിന്നും അകന്നു മാറുന്ന നിമിഷങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങളുടെയും വേദനയുടേതുമായ നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിൽ ഉച്ചതനായ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ ദുഃഖങ്ങളെ സന്തോഷമായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈശോ മനുഷ്യജീവിതത്തിൻ്റെ സാധാരണ സംഭവിക്കുന്ന കാര്യം വിവരിച്ചുകൊണ്ട് എങ്ങനെയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ സന്തോഷമായി മാറ്റുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ വലിയ ദുഃഖത്തിൻ്റെ നിമിഷമാണ്, വലിയ വേദനയുടെ നിമിഷമാണ്. എന്നാൽ ഒരു ശിശുവിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അവൾ പിന്നീട് ഒരിക്കലും ആ വേദന ഓർമ്മിക്കുകയില്ല. കാരണം വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൾ കടന്നു വരികയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ വേദനകളുടെ നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിൽ ഉച്ചതനായ ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ ആ ദുഃഖങ്ങളെ സന്തോഷമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ നമുക്ക് വിശകലനം ചെയ്യാം. വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശപ്പെടുകയാണ്, അതോ ഉച്ചതനായ ഈശോയെ അവിടുത്തെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് എൻ്റെ ദുഃഖത്തെ, എൻ്റെ വേദനയെ സന്തോഷമാക്കി മാറ്റുവാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയിൽ മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ സാധിക്കാതെ വരുന്ന ഈ അവസരത്തിൽ, ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ നമ്മുടെ മക്കളും ബന്ധുക്കളുമൊക്കെ അന്യരാജ്യങ്ങളിൽ വേദനയിലും കഷ്ടപ്പാടിലും ഏകാന്തതയിലുമൊക്കെ കഴിയുന്ന ഈ അവസരത്തിൽ നമുക്കും ഉചിതനായ ഈശോയെ സാന്നിധ്യം തിരിച്ചറിയാം. അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഇതെല്ലാം താൽക്കാലികമായ ദുഃഖങ്ങളാണ്, താൽക്കാലികമായ വേദനകളാണ്. അതിൻ്റെയൊക്കെ അവസാനം അനുഭവമായ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഉറപ്പോടെ പ്രത്യാശയോടെ ഈ വേദനയുടെ അവസരങ്ങളിൽ ആയിരിക്കുവാനായിട്ട് നമുക്കും സാധിക്കണം. കുരിശുമരണത്തിൽ വേദനയിൽ കരുതുന്ന ശിഷ്യന്മാര് ഉചിതനായ ഈശോ കടന്നു വന്ന അവസരത്തിൽ, അവരുടെ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. പിന്നീട് പല അവസരങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവസരത്തിൽ പന്തക്കോസ്ത് തിരുനാളിൽ അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം ഉണ്ടാവുകയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ. അതുപോലെ ഈശോ നമ്മുടെ ജീവിതത്തിൽ വിവിധ അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. മാമോദീസായിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉചിതനായ ഈശോ ആദ്യമായി കടന്നു വരുന്നത്. അതുപോലെ ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഉചിതനായ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ അവിടുത്തെ ആഗമനം പൂർത്തിയാകുന്നത് നമ്മുടെ മരണത്തോടെയാണ്. മരണത്തിലാണ് ഈശോ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും നമ്മുടെ സന്തോഷത്തെ അവിടുന്ന് പൂർത്തിയാക്കുന്നതും. അതുകൊണ്ട് ഓരോ നിമിഷവും ഈശോ കടന്നു വരുന്ന ഓരോ അവസരവും എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷമാണെന്ന്, സന്തോഷത്താൽ നിറയേണ്ട അവസരമാണ് നമ്മൾ തിരിച്ചറിയുക. മാമോദീസായിലൂടെ ആരംഭിച്ച എൻ്റെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ
സന്തോഷത്തിന്റെ അനുഭവമാണ്. സ്വർഗീയമായ അനുഭവത്തിലേക്കാണ് മാമോദീസായിലൂടെ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക. അങ്ങനെ മാമോദീസായിൽ ആരംഭിച്ച സ്വർഗീയമായ ജീവിതം, സന്തോഷത്തിന്റെ ജീവിതം, ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ആ സന്തോഷത്തിന്റെ ജീവിതത്തിൽ വളർന്നുകൊണ്ട് മരണത്തിലൂടെ പൂർണ്ണമായ സന്തോഷത്തിലേക്ക് കടന്നു വരിക. ആ ഒരു ചിന്തയാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഈ ലോകത്തിൻ്റെതായ വേദനയുടെ നിമിഷങ്ങളിലും ദുഃഖത്തിന്റെ നിമിഷങ്ങളിലും നമുക്കും ഈശോ ധൈര്യം പകരുകയാണ് തൻ്റെ വാക്കുകളിലൂടെ. നിങ്ങളുടെ ദുഃഖത്തെ ഞാൻ സന്തോഷമായി പകർത്തും. ഇതെല്ലാം താൽക്കാലികമായ ദുഃഖങ്ങളാണ്, താൽക്കാലികമായ വേദനകളാണ്. ഇതിനെല്ലാം അവസാനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നുള്ള വലിയ ഉറപ്പാണ് ഈശോ നമുക്ക് നൽകുന്നത്. അതിന് സാധിക്കണമെങ്കിൽ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ അവിടുത്തെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷമായി ഏത് നിമിഷത്തെയും ഏത് സാഹചര്യങ്ങളെയും മാറ്റുവാനായിട്ട് നമ്മെ ശക്തരാക്കുന്നത്. രണ്ടാമതായി ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ വേദനയുടെ നിമിഷത്തിൽ നമുക്കും ഈശോയുടെ നാമത്തിൽ നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ നാമത്തിലാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഈശോയുടെ നാമത്തിലാണ്. ഈശോയിൽ ആണ് പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ പിതാവിന് ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിശുദ്ധാത്മാവിൽ പുത്രൻ തമ്പുരാനോട് ചേർന്ന് പിതാവായ ദൈവത്തെ ആരാധന അർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ നിമിഷത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിലാണ് ഓരോ പ്രാർത്ഥനയും, ഈശോയുടെ നാമത്തിലാണ്. പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒന്നുചേർത്തിരിക്കുന്ന അവസരത്തിൽ നമുക്കും ഈ ലോകത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വേദനയിലും രോഗത്തിലും കഷ്ടപ്പെടുന്ന അനവധി ആളുകൾക്ക് വേണ്ടി, ലോകം മുഴുവനും സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി, ഈ രോഗത്തെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി, ബന്ധുമിത്രാദികളുടെയും മക്കളുടെയും ഒക്കെ വേർപാടിലും അവരുടെ ഏകാന്തതയിലും അവരുടെ വേദനയിലുമൊക്കെ ഏറെ ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടി, അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കും. ഉചിതനായ ഈശോ നൽകുന്ന സന്തോഷം ഈ ലോകം മുഴുവൻ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇവയെല്ലാം ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം വെറും താൽക്കാലികം മാത്രമാണെന്നും അതിനപ്പുറത്ത് നമ്മെ കാത്തിരിക്കുന്ന വലിയ സന്തോഷത്തിന് നിമിഷമാണെന്നും ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്ത ആ വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. ഉചിതനായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും കടന്നു വരുന്നുണ്ട്. അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ശക്തിയും ധൈര്യവും സന്തോഷവും സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈശോയ്ക്ക് മാത്രമാണ് യഥാർത്ഥ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കാൻ സാധിക്കുക. ലോകം നൽകുന്ന സന്തോഷമൊക്കെ താൽക്കാലികമാണ്. ലോകത്തിന്റെ പിന്നാലെ പരക്കം പായുന്ന മനുഷ്യന് അത് നൽകുന്ന താൽക്കാലിക സന്തോഷങ്ങൾക്ക് ശേഷം ദുഃഖമാണ് അവരുടെ ജീവിതത്തിലേക്ക്, നിരാശയാണ് അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഈശോയ്ക്ക് മാത്രമേ യഥാർത്ഥ സന്തോഷത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സന്തോഷത്തിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ വേദനയുടെ, ഏകാന്തതയുടെ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങളുണ്ടാകാം. എന്നാൽ അവയൊക്കെ സന്തോഷമായി രൂപാന്തരപ്പെടുത്തുവാൻ ഈശോയ്ക്ക് സാധിക്കും എന്നുള്ള വലിയ ഉറപ്പും ശക്തിയുമാണ് സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം ആ നിമിഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും സന്തോഷത്താൽ നിറയപ്പെടാനും ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനും അങ്ങനെ
നമ്മുടെ ജീവിതത്തെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുവാനും നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായി പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൊണ്ടുവന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന് അടയാളമായ കുരിശിനെ പുനരുത്ഥാനം വഴി മഹത്വത്തിന് ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോട് കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന പരിശ്രമങ്ങളെ ഞങ്ങളെ ആശുപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും ലോകത്താലും വരെയുന്നവരും സത്യത്തെ പ്രതിപീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണ്ണമായ ഉത്ഥാനത്തെയും അവർണയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിനെ കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മതത്തിലേക്ക് ദേവചരിത്തെ നയിക്കുന്ന പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിസ്ഥപിതാവ് മാ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവന്റെ പിതാവുമായ മാ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അധ്യക്ഷനായ മാ ജോസഫ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ മാ ജോസഫ് മെത്രാനെയും മാ ചേക്ക് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ഏറ്റിലേക്ക് മിശിഹായെ നിന്റെ സഭയെ സദാസന്നിഹിതനായി അവജീവനം കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ ഇടപെടുത്താതെ പങ്കാളാകാൻ വേണ്ടി നിന്റെ വിലയുദ്ധം ഞങ്ങളെ സഹായികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തി ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യർക്കും നിരന്തരം വസിക്കാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, സത്യനാദിവും ഞങ്ങളുടെ വിഷയത്തിൻ കഠിനമായ വിടലിനെ അനുഭവിച്ചവന്റെ അടുത്ത് അജഗണം പരിശുദ്ധലിക്കാസുഭംഗിയുടെ നാമം ദിവസപാതലംഗമായ പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ യഥാർത്ഥ പരോഗത്തിന് പദവികൾ കൈവപ്പെട്ട് നൽകപ്പെടുന്ന വിശ്വാസികൾക്ക് ആത്മീയ സൃഷ്ടിക്കുന്നതിന് പരിശുദ്ധമായ സഭാചരിത്ര വിശേഷങ്ങളാകുവാൻ നിസ്സാര മേലഖിന്യരുമായ ഞങ്ങളെയും കാരണത്തിരികത്താൽ യോഗ്യരാക്കി. കർത്താവ് ഞങ്ങളുടെ കൃപാവരൻ ഞങ്ങൾ നിറയ്ക്കുകയും ഞങ്ങളുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യാനുഗ്രഹവും ഞങ്ങളുടെ അങ്ങ് തിരഞ്ഞെടുത്ത ജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാതിഥിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതി പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിലവുമിതാ പാവനബലി നീ. സ്നേഹഭയങ്ങളുടനയുഗനാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദരിദ്രൻ ഭക്ഷിച്ച് തൃപ്തരാകും. മിശിഹാ കർത്താവിൻ തിരുമേനിലവുമിതാ
പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സാധനുമതുപോൽ ആത്മജനം ദിവ്യ ഓഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിട പാവനം ഈ ബലിയിൽ എന്നേക്കും ആമേൻ ആമേൻ. സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തിയെ വീഴ്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും എലീതിൽ ഓർത്തിടാ കൂടി കൂടി ബലവാനാകും കർത്താവിൻ എന്നേക്കും. രാജാവാം ദൈവം നമ്മോട് തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു അവരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതർ ആയിടുവാൻ പ്രാർത്ഥനയും നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രന് സകല സൃഷ്ടികൾക്കുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ
കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതിയിൽ ആലപിക്കുവാൻ എന്നെ സത്യനാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ആ ദിവ്യരഹസ്യങ്ങളിൽ ശുശ്രൂഷരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും വർത്തി വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സ്ഥിരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടും കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, മിശിഹായുടെ സ്ഥാനത്ത് നിങ്ങൾ സമാധാനം ആശംസിക്കുവേ. നമുക്കെല്ലാവർക്കും പ്രതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിർവകൾ നിന്ന് എവിടെ രക്ഷപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമഗ്രമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സകലരായി ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനത്തോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാപത്യാഗം ഇസഹാക്യാക്കൂവ്യക്തിവചൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധി. അഖിലചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണത് ഉത്തമമാ, ന്യായവുമാണത് ഉത്തമമാ. സമാധാനത്തോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ദൃഢത്തിന്റെ ആരാധ്യമായ നാമമില്ലാത്തരങ്ങളിൽ നിന്ന് സ്തുതിയും
എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമണ്ഡപത്തിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ കുറവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെത്തും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുതാദിനം അങ്ങയുടെ സദസ്സിനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നടത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അചരരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ ദുർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനാ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈശ്വരന്റെ നാമത്തിൽ നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങൾ ഏൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പ്രതിശവോ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ചു വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ സമർത്ഥമാനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സുടലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തിരുവനുമായ മേജർ ബിഷപ്പ്മാർക്ക് വർഗീസ് ത്രാപൊലിക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാറിയ വസുത്രാപൊലിക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാറിയ വസുത്രാന് വേണ്ടിയും മാറിയ ആക്രമത്തിനാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും സാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ജലജരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വരപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരണത്തിന് കൃപാതിന് യോജിച്ചത് അങ്ങയുടെ ജനത്തിലുള്ള എന്നോട് വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്ക് തെറ്റുകൾക്ക് തക്കതങ്ങ് പ്രവർത്തിക്കരുത്. അങ്ങയുടെ കൃപയാണ് യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാൻ ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാരണത്തിൽ ദേവതാവനികാമറിയത്തിന്റെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവളനെയോ സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പ്രിയപുത്രനായ യേശുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാസുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെ വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയും ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാഥന്റെ ശൂന്യമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയവിജ്ഞാനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദാസരുടെ കൃപാലുവിടുന്ന അവസരത്തിനെ ആശ്രദിക്കുകയും ബോധിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലെ വലിയ പ്രത്യാശിക്കും എന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകന് വിസ്മയാമുഖമായ രക്ഷാബദ്ധത്തെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ.
കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഭവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ നിരന്തരനാമത്തിന് സ്തുതിയും നാഥനാഥനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നാവിധമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുവോ. എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ ക്രോവീസാപേന്മാർ ഉന്നതദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു. പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിനെ വിഭജിക്കും വൈദികനെ ദീക്ഷയിടുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാളോട് സമീപിക്കാം. മടുതവളവാന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിക്കൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെ നാഥനെ ദൈവത്തോടെ കൃപയും പാപോചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും ഇടയ്ക്ക് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലോ വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാകരക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപൂർവ്വം ക്ഷമിക്കണമേ. ഓ ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകലവിശുദ്ധരെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ യാത്രകളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവാദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നേരെ അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, സ്തുതിയായ സർവേശ്വരാ നിലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും
രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട്. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജലത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതർത്താവി സുശ്രകൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരെ, വരുവിൻ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന് പ്രത്യാശികായ പ്രമാണം വഴി ഉദ്ധാരത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി. തിരക്തത രക്ഷിക്കപ്പെട്ട സഭയിൽ നിന്ന് ഞങ്ങൾ നിന്റെ അനന്തകാലത്തിൽ നിന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. പാപവിമോചനമേകിടുവാൻ പാരിനു ശാന്തി പകർന്നിടുവാൻ ക്രൂശിതനായൊരു നാഥാനി ഉത്ഥാനം പരമാനന്ദം. ആമേൻ.
ഹിതനാഥൻ മാനവരിൽ പാവന ശാന്തി നിറയ്ക്കട്ടെ. സ്വാതന്ത്ര്യത്തിൻ വീഥികളിൽ നിത്യം നമ്മെ നയിക്കട്ടെ. വാഗ്ദാനം പോലനവരതം വിശ്വാസത്തിൽ വളർന്നിടുവാൻ ഉദ്ധിതനെ ഉദ്ഘോഷിക്കാൻ ദൈവം വരനിര ചൊരിയട്ടെ. ജീവൻ പകരും നിർമ്മലമാ പാവന ദിവ്യ രഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യവിരോധനായ യേശു വിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ വിശുദ്ധ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഗൗരവത്തിന്റെ അന്യമത്തിൽ അവതരിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തുനിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. അതിരാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേയും സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. പ്രപഞ്ച സൃഷ്ടാവും പരിപാലന സൃഷ്ടിത്തിന്റെ മാധ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പൂർണ്ണമായി അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് ബാധയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, കൊറോണ വൈറസ് ചെയ്യണമേ. അങ്ങയുടെ അനന്തമായ കാരണത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ്
സഹായം